കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള ഗണപതി വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 12-ാം തീയതി വ്യാഴാഴ്ചയാണ് വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടുന്നത്. മൂവാറ്റുപുഴ ഗണേശോത്സവാഘോഷ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഗണേശ വിഗ്രഹ നിമജ്ജന യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 6-ാം തീയതി വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിരുന്നു. 7-ാം തീയതി വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ഗണേശ വിഗ്രഹത്തിൽ നടന്നു. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. 12-ാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന നിമജ്ജന ഘോഷയാത്രയ്ക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര മൂവാറ്റുപുഴ പട്ടണത്തെ ചുറ്റി പുഴക്കരക്കാവ് ത്രിവേണി സംഗമത്തിലാണ് നിമജ്ജനം നടക്കുന്നത്. മൂവാറ്റുപുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പഞ്ചായത്തുകൾ വാളകം, മാറാടി, ആയവന, പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, കല്ലൂർക്കാട്, മഞ്ഞള്ളൂർ, കൂത്താട്ടുളം മേഖലകളിൽ നിന്നുള്ള ഘോഷയാത്രകൾ ഇവിടെ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം ക്ഷേത്രത്തിൽ എത്തുകയും അവിടെ നിന്ന് ഒരുമിച്ച് മഹാഘോഷയാത്രയായിട്ടാണ് പുഴക്കരക്കാവ് ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടുന്നത്. വിവിധ തരങ്ങളിലുള്ള കലാരൂപങ്ങൾ ഈ വർഷം മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാസിക് ഡോള്, അതോടൊപ്പം തന്നെ തമ്പോലം, വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ തുടങ്ങിയവ ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ്. ഏകദേശം ഒരു 120ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന വാദ്യമേളങ്ങളാണ് ഈ വർഷം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. വളരെ വിശദമായ രീതിയിലാണ് ഈ പ്രാവശ്യം നമ്മൾ ഗണേശോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ മാസം 12-ാം തീയതി ഒരു വൈകുന്നേരം 5 മണിയോടുകൂടി വെള്ളൂർക്കുന്നം ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ശോഭയാത്ര ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് പുഴക്കരക്കാവിൻ്റെ ത്രിവേണി സംഗമത്തിലാണ് സംഗമിക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിന് പുറമെ സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള ഘോഷയാത്രകൾ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തും. തുടർന്ന് മഹാഘോഷയാത്രയായി നഗരം ചുറ്റി വൈകിട്ട് 7 മണിക്ക് പുഴക്കരക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ത്രിവേണി സംഗമത്തിൽ വിഗ്രഹം നിമജ്ജനം ചെയ്യും. ഘോഷയാത്രയിൽ വിവിധ കലാരൂപങ്ങൾ അണിനിരക്കും. 120ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ഘോഷയാത്രയാണ് നടക്കുക. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.